അമ്പരിച്ചുംബികളായ കെട്ടിടങ്ങളിലൂടെയുള്ള യാത്ര എന്നും നമ്മളെ പുളകം കൊള്ളിപ്പിക്കുന്നതായിരുന്നു. കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകൾ. കുഞ്ഞുങ്ങളെ ഇല്ല. അയ്യാട്ടോ, ഈ അമ്പലല്ലേ നമ്മൾ അവിടുത്തെ അമ്പലം പോലത്തെ ഈ അമ്പലം നമ്മൾ അവിടുത്തെ അമ്പലമില്ലേ? അത് വെച്ച് പറയണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ. നീ തന്നെ പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ബാക്ക് ബെഞ്ച് കപ്പിൾ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒന്ന് പാലക്കാടിൻ്റെ ഒരു ഗ്രാമഭംഗിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന സ്ഥലം ഒരു 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 ബ്രിഡ്ജാണ്, ഒരു ഒരു പാലം. അപ്പോൾ പാലം എന്ന് വിചാരിക്കുമ്പോൾ പാലക്കാടുകാർക്കും പ്രത്യേകിച്ച് കൊല്ലങ്കോട് പൂന്നാരം ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള എപ്പോഴും ഒരു ഈവനിങ് സ്പോട്ടായിട്ട് അറിയാത്തൊരു സ്ഥലമാണ്, ചിലവർക്ക് അറിയില്ല. അതപ്പോൾ ഒരുപാട് പേർക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ന് അക്വഡക്റ്റ് പാലത്തിലാണ്. പാലക്കാട്ടിൽ ഒരുപാട് ഷൂട്ടിങ്ങുകളും ഒരുപാട് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അക്വഡക്റ്റ്. ഞങ്ങളുടെയും പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് അവിടെ ഒരു ഈവനിങ് സ്പോട്ടായിട്ടുള്ള വൈകുന്നേരം നേരങ്ങളിൽ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു വാക്കിങ്ങിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, പലർക്കും അറിയാവുന്ന നാട്ടിൻപുറത്തുള്ള ഒരു സ്ഥലം. അത് തത്തമാലത്തൂടിയും ഭാഗത്തു നിന്നും വരാം, നമുക്ക് കൊല്ലങ്കോടിനപ്പുറം അടിച്ചിറ ഭാഗത്തു നിന്നും വരാം, രണ്ട് സൈഡിൽ നിന്നും വരാം. പാടങ്ങളുടെ നടുവിലൂടെ നീണ്ടു കിടക്കുന്ന ഒരു കറുത്ത പാലം. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അധികം വൈകിപ്പിക്കുന്നില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യണം മുൻപ് എന്താ ഇഷ്ടപ്പെടാത്ത കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിന്ന് ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ മൂന്ന് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നൊരാളെ കൂടി വരും. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും. ഇത് നമ്മുടെ പാറു. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ്, മാസ്ക് ഊരിയ നന്നായിരിക്കും. അത് ഒരു സെലിബ്രിറ്റി ആയിരിക്കും. ഫൈസൽ റഹ്മാൻ എന്നാണ് പേര്. സ്വന്തമായിട്ട് വലിയ ഒരു പാലക്കാട് ഭാഗത്ത് ഉദിച്ചു വരുന്ന ഒരു യൂട്യൂബറൊക്കെയാണ്, പ്രമുഖൻ. അതെ, ഫൈസി ടോക്സ് എന്നുള്ള ചാനലിൻ്റെ ഉടമയാണ്. അപ്പോൾ പുള്ളിയുണ്ട് നമ്മുടെ കൂടെ നിന്ന് അക്വഡക്റ്റ് പാലത്തിലെ വിശേഷങ്ങൾ പങ്കിടാൻ. ഇനി ഒരാളെ കൂടി വരും, പുള്ളിയും യൂട്യൂബറാണ്. യൂട്യൂബറുടെ തല്ലാണ് ഇന്നോടെ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഒരുപാട് യൂട്യൂബർമാർ വന്ന് വീഡിയോ എടുത്തിട്ടൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയാത്ത പല വിവരങ്ങളാണ് നമ്മളിതിൽ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ കാണാം, നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടങ്ങൾക്ക് മുകളിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കരിമ്പനായ അക്വഡക്റ്റ് പാലം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് അക്വഡക്റ്റ് പാലം എന്നൊക്കെയാണ് നമ്മളിതിനെ പ്രൊണൗൺസ് ചെയ്യുക. നമുക്ക് സ്ഥലം അറിയുന്നതുകൊണ്ട് പ്രൊണൗൺസിയേഷൻ വലിയ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ അക്വഡക്റ്റ് പാലം എന്നുള്ളതാണ്. അതിലും എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പാലത്തിനിട്ട പേരാണ് ഈ അക്വഡക്റ്റ് എന്നുള്ളതാണ്. പക്ഷേ ഈ പാലത്തിനിട്ട പേരല്ല ശരിക്കും പറഞ്ഞാൽ അക്വഡക്റ്റ്. അക്വഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കൊണ്ടുപോകാനുള്ള ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനത്തിനെയോ ടെക്നോളജിയോ പറയുന്ന പേരാണ് അക്വഡക്റ്റ്. അക്വഡക്റ്റ് ബ്രിഡ്ജുകൾ നമുക്ക് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ പല സ്ഥലങ്ങളിൽ നമുക്ക് അക്വഡക്റ്റ് ബ്രിഡ്ജുകൾ കാണാം. പാലക്കാട് തന്നെ മാത്തൂരും ശ്രീകൃഷ്ണപുരത്തും ഒക്കെ അക്വഡക്റ്റ് പാലങ്ങളുണ്ട്. കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രാചീന ഗ്രീസിലും പ്രാചീന ഈജിപ്ഷ്യനിലൊക്കെ ഉപയോഗിച്ചിരുന്ന വന്ന ടെക്നോളജിയാണ് അക്വഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന കനാൽ, അതിൽ നിന്ന് കുറച്ചുകൂടി താഴ്ച കൂടിയ കൃഷിസ്ഥലങ്ങളിൽ കൂടി വെള്ളം കൊണ്ടുപോകാൻ ചിലവ് കൂടുതലാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു പ്രത്യേകതരം സംവിധാനമാണ് അക്വഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ കൃഷിസ്ഥലം വേസ്റ്റ് ആവാനും പാടില്ല, എന്നാൽ ചിലവ് കുറയുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ സമതലങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ തൂണുകൾ കെട്ടിപ്പൊക്കി അതിന് മുകളിലൂടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. അതാണ് ഈ അക്വഡക്റ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പാലത്തിന് മേലെ കൂടെ നടക്കുന്നതിനനുസരിച്ച് നമുക്കൊരു സൗണ്ടൊക്കെ കേൾക്കാം. അതായത് ഈ കോൺക്രീറ്റ് സ്ലാബുകൾ ഇളകുന്നതിൻ്റെ ഒരു സൗണ്ടാണത്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഈവനിങ് സ്പോട്ടാണ്. അതിലെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഈ പച്ചപ്പ് തന്നെയാണ്.
നമ്മൾ വന്നിരിക്കുന്ന ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്തൊക്കെ ആവാറാവുന്നതിന് ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീര വ്യൂ ആണ് ഇതിന് മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ചുറ്റും നോക്കിയാൽ മനസ്സിലാവും, എങ്ങും പച്ചപ്പ് കാണാം. എന്നാൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഗംഭീരനായിട്ടുള്ള അക്വഡക്റ്റ് പാലത്തെയും കാണാം. പാലക്കാട് ഇതേ സെയിം കൺസ്ട്രക്ഷനിൽ 2 പാലങ്ങൾ നമുക്ക് കാണാം. പാലക്കാട് എന്നുള്ളതല്ല, ഒരു കൊല്ലങ്കോട് ഭാഗത്ത് അല്ലെങ്കിൽ ചിറ്റൂർ ഭാഗത്ത് 2 കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഈ അക്വഡക്റ്റ് പാലവും, പിന്നെയുള്ളത് ഒന്ന് ഏത് പഞ്ചായത്താണ്? കണ്ണാടി ഭാഗത്ത് ഉള്ള തസാക്കിൻ്റെയൊക്കെ ഭാഗത്തുള്ള ബ്രിട്ടീഷ് പാലം. 2 ഏകദേശം ഒരേ കൺസ്ട്രക്ഷനാണ്, 2 ഏകദേശം ഒരേ പർപ്പസുമാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാനുള്ളൊരു പാസേജാണിത്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പാടങ്ങൾക്ക് നടുവിലൂടെ തൂണുകൾ കെട്ടി മറ്റ് എന്താ പറയുക പാസേജ് വെട്ടി സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്ത അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കൺസ്ട്രക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്വഡക്റ്റ് പാലം. ഇപ്പം നല്ല രസമുണ്ടല്ലേ? ഇങ്ങോട്ട് വരികയാണെങ്കിൽ വെയിലത്തൊന്നും വരാൻ നിൽക്കരുത്, ഉച്ച സമയത്തൊന്നും വരാൻ നിൽക്കരുത്. തണൽ പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം സമയത്താണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള സമയമാണ്. വൈകുന്നേരം നേരങ്ങളിൽ ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളിപ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് എത്തി. ഇവിടെ സ്ലാബുകളൊന്നും അധികം കുറച്ച് വിടവുകളൊക്കെ കാണും സ്ലാബ് ഇട്ടതിൻ്റെയൊക്കെ. പക്ഷെ എന്നാലും നോക്കി കണ്ട് നടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഈ പാസേജാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്. ആ പാസേജിലൂടെ വെള്ളം വന്നിട്ട് ഇതിനടിയിലൂടെ പോയി അടുത്ത കനാലിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക്, ഇതിൻ്റെ അടിഭാഗം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഐഡിയയിൽ ചെറുതായിട്ടൊന്ന് കാണിക്കാം. കാരണം കുറേ ഭാഗത്തൊന്നും പോകാൻ പറ്റില്ല, കാരണം പാടങ്ങളായതുകൊണ്ട് നിറയെ ചളി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്ന രീതിയിൽ വരെ കാണിക്കാം. ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും, കരിങ്കല്ലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. എന്തായാലും പണ്ട് കാലങ്ങളിൽ തന്നെ നല്ല ഉറപ്പോടെ കരിങ്കല്ലിൻ്റെ ബലത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു പാലാണിത്. ഇതാണ്ട ഇതുപോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വഡക്റ്റ് പാലത്തിൻ്റെ അടിവശം. ഈ തൂണുകളൊക്കെ ഇങ്ങനെ ആണ് ഈ ഒരു ഐഡിയയിലാണ് മൊത്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്. നമ്മൾ നടന്നു വന്ന വശം മുഴുവൻ ഇങ്ങനെ അടിയിൽ ഇതേപോലുള്ള തൂണുകളാണ്. കുറച്ചുകൂടി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ മൊത്തം ചളിയായിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് കിടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇതേപോലെ സുന്ദരമായിട്ടുള്ള പച്ചപ്പരവതാനി വിരിച്ച നെൽമണി വിത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളുടെ നടുവിലൂടെ തലയുയർത്തി നല്ല ഉയരത്തിൽ തന്നെ നമ്മുടെ കറുത്ത മുത്തായിട്ടുള്ള അക്വഡക്റ്റ് പാലം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ലൊരു സീനറിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഫാമിലിയോടെ വരിക. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കുന്നത് നമ്മുടെ ആൾക്കാരാണ്, ബ്രിട്ടീഷുകാരല്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ അടിവശത്തും ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലോണം വിള്ളലുകളും തുരുമ്പും പിന്നെ ഈ വിളിച്ചൊക്കെ നല്ലോണമായിട്ട് കാണാം. ഇതൊരു ശോചനീയാവസ്ഥ കാണിക്കാനുള്ള വീഡിയോ ഒന്നും അല്ല, പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, കാർഷിക സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പൈതൃകമായിട്ടുള്ള ഒരു സ്ഥാനത്തിന് ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നോക്കി നടക്ക്. അപ്പോൾ അക്വഡക്റ്റ് പാലത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രമൊന്നും നമ്മൾ പറഞ്ഞാലും തീരില്ല. കാരണം നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖലയ്ക്ക് ചെറുതല്ലാത്ത സംഭാവന എന്തായാലും നൽകിയിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്വഡക്റ്റ് പാലം. അതിൻ്റെ കൂടെ ഈ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വഡക്റ്റ് പാലത്തിൻ്റെ വിശേഷങ്ങൾ. ഇതിനടുത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ, ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭാഗത്തൊക്കെ വന്ന് ഈ പച്ചപ്പിൻ്റെ ഭംഗിയും നമ്മുടെ അക്വഡക്റ്റ് പാലത്തിൻ്റെ ഘനഗാംഭീര്യമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
പറഞ്ഞു അപ്പോൾ അക്കുഡേറ്റ് പാലത്തിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരാളെ കൂടി പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷേ അയാളെ വന്നില്ല, നമ്മളെ പറ്റിച്ചു. അപ്പോൾ ഉള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് 4 പേരും കൂടിയിട്ടാണ് ഈ അക്കുഡേറ്റ് പാലത്തിൻ്റെ വിശേഷങ്ങൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പോൾ പാലക്കാടുള്ളവർക്കൊക്കെ ഏകദേശം പരിചിതമായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ വന്നെടുത്തിട്ടുള്ളതാണ് ഒരുപാട് യൂട്യൂബർമാർ. മാത്രമല്ല ഒരുപാട് ഷൂട്ടിങ്ങുകൾക്കും സുന്ദരിയേവ പാട്ടിലൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാണുന്ന പാലം. അപ്പോൾ അങ്ങനെയുള്ള അത്രയും പ്രശസ്തമായിട്ടുള്ള പാലക്കാട്ടിലെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ള ഒരു കൃതാർത്ഥതയോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടത്? അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് അതെ തന്നെ. വീഡിയോസ് ഉള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് വിടുക. ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഇനി വരുന്ന അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് പറയട്ടെ തീരട്ടെ പറഞ്ഞ് തീർക്കട്ടെ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ എല്ലാത്തിലും പറഞ്ഞ് നടപ്പിച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. വ്യൂവേഴ്സ് കൂടുന്നെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കണ്ട.